الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا اللهم صل على سيدنا محمد وعلى آل سيدنا محمد اللهم أوصل مثل ثواب ما قرأناه من القرآن العظيم هذه هدية واصلة ورحمة نازلة وبركة شاملة مقبولة منا إلى حضرة روح نبينا وحبيبنا محمد المصطفى صلى الله عليه وسلم وإلى حضرة أهل الخير كلهم أجمعين وإلى حضرة من نويناه يا رب العالمين اللهم اغفر له وارحمه واعف عنه وعافيه اللهم اجعل قبرنا وقبره روضة من رياض الجنة ولا تجعل قبرنا وقبره حفرة من نفر النيران اللهم نور قبرنا وقبره بنور القرآن اللهم نجنا ونجه من عذاب القبر اللهم اجمع بيننا وبينهم في دار جناتك النعيم مع الذين أنعمت عليهم من النبيين والصديقين والصالحين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين صلى الله تعالى وسلم سبحان ربك رب العزة عما يصفون. അസ്സലാമു അലൈക്കും. പ്രിയങ്കരനായ അധ്യക്ഷൻ ഷമീർ സാഹിബ്, സംസ്ഥാന മുസ്ലിം ലീഗിന്റെ ഉപാധ്യക്ഷൻ ഡോക്ടർ എം കെ മുനീർ MLA, അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീൻ MLA, PK ഫിറോസ് സാഹിബ്, സി ഹംസ സാഹിബ്, ഗഫൂർ കോൽക്കളത്തിൽ, ഷറഫുദ്ദീൻ ചെങ്ങലേരി, മുജീബ് ഫൈസി ഉൾപ്പെടെയുള്ള വിശിഷ്ടാതിഥികളെ, ഇന്നത്തെ നമ്മുടെ ഈ ഓൺലൈൻ അനുസ്മരണ സമ്മേളനം വീക്ഷിക്കുന്ന ജനാധിപത്യ മതേതരത്വ വിശ്വാസികളെ, മണ്ണാർക്കാട് മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി പ്രിയങ്കരനായ PM ഹനീഫ് സാഹിബിന്റെ അനുസ്മരണ സമ്മേളനം നടത്തുകയാണ്. സംസ്ഥാന മുസ്ലിം യൂത്ത് ലീഗിന്റെയും മുസ്ലിം വിദ്യാർത്ഥി ഫെഡറേഷന്റെയും ഒക്കെ ട്രഷറർ പദം അലങ്കരിച്ചിരുന്ന പ്രിയങ്കരനായ PM ഹനീഫ് സാഹിബിന്റെ ജ്വലിക്കുന്ന ഓർമ്മകളെ അദ്ദേഹം നമ്മോട് വിട്ടുപറഞ്ഞിട്ട് 8 വർഷം കഴിഞ്ഞ് ഈ സമയത്ത് അദ്ദേഹത്തെ അടുത്തറിയാവുന്ന, അദ്ദേഹവുമായി നല്ല ആത്മബന്ധമുണ്ടായിരുന്ന നേതാക്കന്മാരിലൂടെ നമ്മൾ ഇന്ന് ഓർത്തെടുക്കുകയാണ്. ആരായിരുന്നു പ്രിയപ്പെട്ട ഹനീഫ് സാഹിബ്? എന്തായിരുന്നു ഹനീഫ് സാഹിബ്? യുവഹരിത രാഷ്ട്രീയത്തിനും വിദ്യാർത്ഥി രാഷ്ട്രീയത്തിനുമൊക്കെ സർഗാത്മക ചിന്തകളിലൂടെ നവോന്മേഷം പകർന്ന എഴുത്തുകാരനും പ്രഭാഷകനും ചിന്തകനുമായിരുന്ന പ്രിയപ്പെട്ട ഹനീഫ് സാഹിബിനെ അടുത്തറിയാൻ നമ്മൾ അധിക ദൂരമൊന്നും താണ്ടേണ്ടതില്ല. 2004 മലപ്പുറത്ത് ചെങ്ങരംകുളത്ത് വെച്ച് MSF നടത്തിയ ആ കുർദോവ സമ്മേളനവും, അതുപോലെ മണ്ണാർക്കാട് MES കല്ലടി കോളേജിൽ അദ്ദേഹം സ്റ്റുഡന്റ് എഡിറ്ററായപ്പോൾ അദ്ദേഹത്തിന്റെ കീഴിലിറക്കിയ സാക്ഷി എന്ന് പറയുന്ന ആ മാഗസിനുമൊക്കെ മാത്രം നോക്കിക്കണ്ടാൽ മതി അദ്ദേഹത്തിലുള്ള സർഗാത്മക കഴിവിനെ നമുക്ക് അടുത്തറിയാൻ. ഒരുപാട് വൈകിയ ഒരു സന്ദർഭത്തിലാണ് ഇത്തരം ഒരു ഓൺലൈൻ പരിപാടി നമ്മൾ ആസൂത്രണം ചെയ്യുന്നത്. ജഗന്യന്താവായ തമ്പുരാൻ പ്രിയപ്പെട്ട ഹനീഫ് സാഹിബിന്റെ പാരത്രിക ലോകത്തിൽ ശാന്തിയും സമാധാനവും നേരട്ടെ. അദ്ദേഹത്തെയും നമ്മയും സർവേശ്വരൻ സ്വർഗീയ ആരാമത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ അനുസ്മരണ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് സംസ്ഥാന മുസ്ലിം ലീഗിന്റെ ഉപാധ്യക്ഷനും മുസ്ലിം ലീഗ് നിയമസഭാ പാർലമെന്ററി പാർട്ടി ഉപനേതാവുമായ പ്രിയപ്പെട്ട ഡോക്ടർ എം കെ മുനീർ സാഹിബാണ്. അദ്ദേഹത്തെ ഞാൻ ഈ
അനുസ്മരണ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇന്നത്തെ മുഖ്യാതിഥി സംസ്ഥാന മുസ്ലിം ലീഗിന്റെ സെക്രട്ടറി മണ്ണാർക്കാട് നിയമസഭാ സാമാജികൻ അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീൻ MLA, അദ്ദേഹത്തെയും ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇന്നത്തെ PM ഓർമ്മകളിലെ ഹനീഫ് എന്ന് പറയുന്ന നമ്മുടെ അനുസ്മരണ സമ്മേളനത്തിന്റെ അനുസ്മരണ പ്രഭാഷണം നടത്തുന്നത് പ്രിയപ്പെട്ട സംസ്ഥാന മുസ്ലിം യൂത്ത് ലീഗിന്റെ ജനറൽ സെക്രട്ടറി PK ഫിറോസ് സാഹിബും അതുപോലെ C ഹംസ സാഹിബുമാണ്. അവരെയും ഞാൻ ഈ അനുസ്മരണ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മോട് സംവദിക്കുന്ന പ്രിയപ്പെട്ട പാലക്കാട് ജില്ലാ മുസ്ലിം യൂത്ത് ലീഗിന്റെ അമരക്കാരൻ ഗഫൂർ കോൽക്കളത്തിൽ, പ്രിയപ്പെട്ട ഷറഫുദ്ദീൻ ചെങ്ങലേരി, മുജീബ് ഫൈസി ഉൾപ്പെടെയുള്ള ഇന്നത്തെ വിശിഷ്ട വ്യക്തികളെയും നമ്മുടെ ഈ പരിപാടി വീക്ഷിക്കുന്ന മുഴുവൻ ജനാധിപത്യ വിശ്വാസികളെയും ഈ അനുസ്മരണ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഇതിന്റെ അധ്യക്ഷപദം ഏറ്റെടുക്കാൻ പ്രിയങ്കരനായ മണ്ണാർക്കാട് മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗിന്റെ അമരക്കാരൻ ഷമീർ പഴേരിയെ സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും. പ്രിയങ്കരനായ ഉദ്ഘാടകൻ, സംസ്ഥാന മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ്, കൊടുവള്ളിയുടെ ജനകീയനായ MLA ഡോക്ടർ MK മുനീർ സാഹിബ്, ഇന്നത്തെ പരിപാടിയുടെ മുഖ്യാതിഥിയും സംസ്ഥാന മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ സെക്രട്ടറി കൂടിയായിട്ടുള്ള മണ്ണാർക്കാടിന്റെ വികസന നായകൻ അഡ്വക്കേറ്റ് N ഷംസുദ്ദീൻ MLA, മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PK ഫിറോസ് സാഹിബ്, അതുപോലെ തന്നെ ഹനീഫ് സാഹിബിനെ അനുസ്മരിക്കുന്ന സംസ്ഥാനത്ത് തന്നെ വ്യത്യസ്തങ്ങളായ വേദികളിൽ വേറിട്ട ശബ്ദമായിക്കൊണ്ട് വേറിട്ട രീതിയിൽ പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന C ഹംസ സാഹിബ് അടക്കമുള്ള ഈ പരിപാടിയുടെ വിശിഷ്ട വ്യക്തികളെ, നേരത്തെ സ്വാഗതം പറഞ്ഞ നിയോജകമണ്ഡലം യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ ആദരണീയനായ ജനറൽ സെക്രട്ടറി മുനീർ താളിയിലടക്കമുള്ള നേതാക്കന്മാർ, ഈ പരിപാടി മണ്ണാർക്കാട് നിയോജകമണ്ഡലം യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ ഫേസ്ബുക്ക് പേജിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന നല്ലവരായ ജനാധിപത്യ മതേതര വിശ്വാസികളെ, മുസ്ലിം യൂത്ത് ലീഗിന്റെയും മുസ്ലിം ലീഗിന്റെയും ഒക്കെ സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, മണ്ണാർക്കാട് നിയോജകമണ്ഡലം യൂത്ത് ലീഗ് കമ്മിറ്റി മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന ട്രഷററായി അകാലത്തിൽ നിന്നും നമ്മോട് വിട പറഞ്ഞുപോയ PM ഹനീഫ് സാഹിബിനെ അനുസ്മരിക്കുന്ന ഒരു പരിപാടി സംഘടിപ്പിക്കാനുണ്ടായ സാഹചര്യം നമുക്കെല്ലാവർക്കും അറിയാം. പുതിയ കാലത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ വേദിയിലൊക്കെ പഴയ നേതാക്കന്മാരെ അനുസ്മരിച്ചെടുക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്തത്തിന്റെ ഭാഗമായിട്ടാണ് PM ഹനീഫ് സാഹിബിനെ മണ്ണാർക്കാട് നിയോജകമണ്ഡലം യൂത്ത് ലീഗ് കമ്മിറ്റി അനുസ്മരിക്കുന്നത്. ദീർഘകാലം വിദ്യാർത്ഥി യുവജന രാഷ്ട്രീയ രംഗത്ത് തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിക്കുകയും പ്രവർത്തന വീതിയിൽ വേറിട്ട നിലപാടുകൾ കൊണ്ട് ശ്രദ്ധേയനായ PM ഹനീഫ് സാഹിബിനെ ഓർമ്മിപ്പിച്ചെടുക്കുന്ന ഈ പരിപാടി മണ്ണാർക്കാടുമായി ഏറ്റവും അടുത്തു നിൽക്കുന്ന വ്യക്തിയും PM ഹനീഫ് സാഹിബിന്റെ രാഷ്ട്രീയ ജീവിതത്തില്, വിദ്യാർത്ഥി കാലഘട്ടത്തിലൊക്കെ ഏറ്റവും അടുത്തു നിന്നിരുന്ന ഒരു പ്രദേശത്തെ ആളുകൾ എന്നുള്ള നിലക്ക് ഈ മണ്ണാർക്കാട് നിയോജക മണ്ഡലത്തിന്റെ പരിസരത്തൊക്കെയുള്ള ആളുകൾക്ക് വ്യക്തിപരമായി ഏറെ അടുപ്പവും സൗഹൃദവും പുലർത്തിയിരുന്ന ഒരാളായിരുന്നു, ഒരു രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു. വളർന്നു വന്ന ഒരു യുവജന വിദ്യാർത്ഥി നേതാവ് എന്നുള്ള നിലക്ക് ഈ മണ്ണാർക്കാടിന്റെ പരിസര പ്രദേശങ്ങളിലുള്ള ഒട്ടേറെ ആളുകൾക്ക് ഏറെ വ്യക്തിപരമായ അടുപ്പം പുലർത്തുന്ന ഒരാളായിരുന്നു PM ഹനീഫ് സാഹിബ് എന്നുള്ളത് പഴയകാല നേതാക്കന്മാർ, സഹപ്രവർത്തകരൊക്കെ പലപ്പോഴും ഹനീഫ് സാഹിബിനെ കുറിച്ച് സൂചിപ്പിക്കുന്നത് കാണാം. അതുകൊണ്ട് തന്നെ പുതിയ തലമുറക്ക് ഹനീഫ് സാഹിബിനെ പരിചയപ്പെടുത്തി കൊടുക്കുകയും അദ്ദേഹത്തിന്റെ പഴയകാല സഹപ്രവർത്തകർക്കും സുഹൃത്തുക്കളുമൊക്കെ ഈ ഓർമ്മ അയവിറക്കുന്നതുമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു പരിപാടി നിയോജകമണ്ഡലം യൂത്ത് ലീഗ് കമ്മിറ്റി സംഘടിപ്പിച്ചിട്ടുള്ളത്. നിയോജകമണ്ഡലം യൂത്ത് ലീഗ് കമ്മിറ്റി PM ഹനീഫ് സാഹിബിന്റെ ഒരു അനുസ്മരണ പരിപാടി സംഘടിപ്പിക്കുന്ന അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടന്ന സമയത്ത് തന്നെ കേരളത്തിലെ ഏറ്റവും ഹനീഫ് സാഹിബുമായി ഊഷ്മളമായ ബന്ധമുള്ളവും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തില് നിരന്തരമായി അടുപ്പം പുലർത്തിയിരുന്നവരുമായ ഏറെ അടുപ്പങ്ങൾ പുറത്തിയിരുന്നവരും അദ്ദേഹത്തെ ഒരുപാട് ഓർമ്മിച്ചെടുക്കാൻ കഴിയുന്നവരുമായിട്ടുള്ള ആളുകളെയാണ് ഞങ്ങളെ ഈ പരിപാടിക്ക് കൊണ്ടുവരാനും അദ്ദേഹത്തെ അനുസ്മരിപ്പിക്കുന്നതിനു വേണ്ടി പരമാവധി ശ്രമിച്ചിട്ടുള്ളത്. എന്തായാലും നിയോജകമണ്ഡലം യൂത്ത് ലീഗ് കമ്മിറ്റി നടത്തുന്ന ഈ അനുസ്മരണ പരിപാടിക്ക് അതിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിനു വേണ്ടി സംസ്ഥാന മുസ്ലിം ലീഗിന്റെ
വൈസ് പ്രസിഡന്റ്, കൊടുവള്ളിയുടെ വികസന നായകൻ, കൊടുവള്ളിയുടെ ജനകീയനായ MLA, മുസ്ലിം ലീഗുകാരുടെയൊക്കെ എല്ലാ കാലത്തും ആവേശമായിരുന്ന CH മുഹമ്മദ് കോയ സാഹിബിന്റെ പ്രിയപുത്രൻ ഡോക്ടർ MK മുനീർ സാഹിബിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ ഹനീഫിനെ അനുസ്മരിക്കുന്ന ഈ സന്ദർഭത്തിൽ എൻ്റെ മനസ്സിലൂടെ ധാരാളം ഓർമ്മകൾ കടന്നുപോവുകയാണ്. യഥാർത്ഥത്തിൽ ഹനീഫ് എൻ്റെ രക്തവും മാംസവും മജ്ജയുമായിരുന്നു എന്ന് ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. അത് അക്ഷരാർത്ഥത്തിൽ സത്യമാണ്. ഹനീഫ് ആദർശനിഷ്ഠയുള്ള ഒരു യുവ നേതാവായിരുന്നു. എന്നെ ഹനീഫിലേക്ക് ആകർഷിച്ചിട്ടുള്ളത് ഒരിക്കലും വിട്ടുവീഴ്ചയില്ലാത്ത അദ്ദേഹത്തിന്റെ ആദർശമാണ്. ഒരു പ്രിൻസിപ്പിൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉടനീളം അദ്ദേഹം കാത്തുസൂക്ഷിച്ചിട്ടുണ്ട്. അത് കോംപ്രമൈസ് ചെയ്യുന്ന ഇടത്ത് ഒരിക്കലും ഹനീഫ ഉണ്ടാകാറില്ല. ഞാൻ മന്ത്രിയായിരിക്കുന്ന സമയത്തും അതിൻ്റെ തൊട്ടു മുമ്പുള്ള സന്ദർഭങ്ങളിലുമൊക്കെ ഹനീഫ് MSFന്റെ സാരഥിയായിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹവുമായി ധാരാളം ആശയവിനിമയം നടത്താനുള്ള സാഹചര്യം എനിക്കുണ്ടായി. വളരെ ഉയർന്ന രീതിയിൽ ചിന്തിക്കുന്ന, തന്റെ പ്രായത്തെക്കാൾ പക്വതയിൽ ചിന്തിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തിരുന്ന വ്യക്തിയായിരുന്നു ഹനീഫ്. അദ്ദേഹം MSFന്റെ സാരഥിയായിരുന്ന സമയത്ത് സാദിഖ് അലിയുമായി ചേർന്ന് ചങ്കരംകുളത്ത് കുർദോവ സമ്മേളനം സംഘടിപ്പിക്കുന്ന സമയത്ത് എനിക്ക് കൂടുതൽ അടുത്ത് ഇടപഴകാൻ സാധിച്ചു. ആ സമ്മേളനത്തിന്റെ മുഖ്യ സൂത്രധാരകന്മാർ എന്ന് പറയുന്നത് PM സാദിഖ് അലി കഴിഞ്ഞാൽ പിന്നെ ഹനീഫയാണ് അതിന് വേണ്ടിയിട്ടുള്ള പല ഒരുക്കങ്ങളും നടത്തിയത്. അതിലേക്ക് വരേണ്ട അതിഥികളാരായിരിക്കണം, അതിൽ സംസാര വിഷയമാകേണ്ട കാര്യം എന്തായിരിക്കണം എന്നൊക്കെ വളരെ ദീർഘവീക്ഷണത്തോടുകൂടി ഹനീഫിന് സ്വപ്നമുണ്ടായിരുന്നു. സത്യത്തിൽ ആ ഒരു ഇടപഴകലാണ് പിന്നീട് ഞാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായപ്പോൾ, പഞ്ചായത്ത് വകുപ്പ് ഞാൻ കൈകാര്യം ചെയ്തപ്പോൾ ഞാൻ ഹനീഫയെ കൂടെ കൂട്ടി. റിസോഴ്സ് പേഴ്സണായി അദ്ദേഹത്തെ നിയോഗിച്ചു. കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല ചിന്തകളും പല ആലോചനകളും ഹനീഫയുമായി കൂടിച്ചേർന്നപ്പോൾ ഉണ്ടായിട്ടുള്ളതാണ്. അദ്ദേഹം തന്റെ രോഗത്തെപ്പോലും ഞങ്ങളുടെയൊക്കെ മുന്നിൽ മറച്ചു പിടിച്ചു. താൻ കർമ്മനിരതനാണ്, താൻ അടി പതറാൻ തയ്യാറല്ല എന്ന് ബോധ്യപ്പെടുത്തുന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ രോഗം കഠിനമായപ്പോഴും ഞങ്ങളോട് പെരുമാറിയത്. പക്ഷെ ഒരു ദിവസം ഒരു യാത്രക്കിടയിൽ ഹനീഫിന് തളർച്ച സംഭവിച്ചു. അതറിഞ്ഞപ്പോഴാണ് ഒരു ഞെട്ടലോടുകൂടെ എൻ്റെ സഹോദരന് ഇങ്ങനെ ഒരു വിധി വന്നിരിക്കുന്നു എന്നറിയുന്നത്. പിന്നീട് അദ്ദേഹത്തെ
ബോംബെയിൽ ചികിത്സാർത്ഥം കൊണ്ടുപോയി. അവിടെയും ഞാൻ ചെന്നിരുന്നു. ഹനീഫയുമായി ധാരാളം സംസാരിച്ചിരുന്നു. അദ്ദേഹം അവിടെ ഒരു ഫ്ലാറ്റ് വാടകയ്ക്ക് എടുത്ത് അവിടെ താമസിക്കുകയായിരുന്നു. ഞാൻ അവിടെ ചെന്നു. അവിടെ അദ്ദേഹം അപ്പോഴും ഭാവിയെക്കുറിച്ച് മാത്രമാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഇനി എങ്ങനെ നമ്മൾ മുന്നോട്ട് പോകണം, പ്രസ്ഥാനത്തെ എങ്ങനെ നയിക്കണം, എങ്ങനെ നമ്മുടെ ഭരണ സംവിധാനങ്ങളിൽ മാറ്റം വരുത്തണം, അതൊക്കെ അദ്ദേഹം പറഞ്ഞുകൊണ്ടേയിരുന്നു. അദ്ദേഹം ആരെയും കീഴടക്കുന്നൊരു സ്വഭാവത്തിന്റെ സവിശേഷതയുള്ള ആളായിരുന്നു. അതുകൊണ്ട് മുംബൈയിൽ ഒരു ഫ്ലാറ്റ് ലഭിക്കുക എന്ന് പറയുന്നത് സാഹസികമാണ് എന്നുള്ളത് ഷാബിനാസ്മി അടക്കം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഹനീഫ് അത് സംഘടിപ്പിച്ചു. അവിടെ നമ്മുടെ മുഖ്യ ശത്രുപക്ഷത്ത് നിൽക്കുന്ന പ്രസ്ഥാനത്തിന്റെ നേതാവ് അവസാനം ഹനീഫയുടെ ഏറ്റവും അടുത്ത കൂട്ടാളിയായി. പിന്നെ ഫ്ലാറ്റ് കണ്ടുപിടിക്കാൻ നമ്മൾ ഏറ്റവും അധികം വിമർശിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പ്രതിനിധി തന്നെയാണ് ഹനീഫയ്ക്ക് വേണ്ടി ഓടി നടന്നത്. പക്ഷെ കുറച്ച് കഴിയുമ്പോഴേക്കും ഹനീഫ പ്രതീക്ഷ വിട്ടിരുന്നു എന്ന് ഞാൻ സംശയിക്കുകയാണ്. തിരിച്ച് നാട്ടിലെത്തിയപ്പോൾ അദ്ദേഹം താമസിക്കുന്നിടത്ത് ഞാൻ ചെന്ന് കാണാൻ ആഗ്രഹിച്ചപ്പോൾ ഹനീഫ് പറഞ്ഞത് ഞങ്ങൾ ബുദ്ധിമുട്ടി, ഇപ്പോൾ വരണ്ട എന്നാണ്. അങ്ങനെ ഒരു വാചകം ഹനീഫിൽ നിന്നും ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം എപ്പോഴും ശുഭാപ്തി വിശ്വാസമുള്ള ഒരാളായിരുന്നു ഹനീഫ്. പക്ഷെ എല്ലാം കൈവിട്ടു പോകുന്നു എന്നുള്ള ഒരു ചിന്ത അവസാനത്തെ കുറച്ച് ദിവസങ്ങളിൽ ഹനീഫിനുണ്ടായിരുന്നു എന്നാണ് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. ഹനീഫ് ഇത്രയും വലിയ കാര്യശേഷിയുള്ള ഒരാളായിരുന്നു എന്ന് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ, ചുരുങ്ങിയ ജീവിതം കൊണ്ട് അദ്ദേഹം തെളിയിച്ചിട്ടുണ്ട്. ഹനീഫിനെ അറിയാത്ത ആളില്ല. MSF ആയാലും യൂത്ത് ലീഗ് ആയാലും ഹനീഫയെ കുറിച്ച് പറയാത്ത ആളുകളില്ല. കോളേജ് മാഗസീനൊക്കെ അദ്ദേഹത്തിന്റെ ഭാവനയിൽ വലിയ ആശയങ്ങളിൽ രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഭാഷ, അദ്ദേഹത്തിന്റെ പ്രയോഗങ്ങൾ, അദ്ദേഹത്തിന്റെ ചിന്ത, ഇതൊക്കെ പുതിയ തലമുറയ്ക്ക് മാതൃകയും പാഠപുസ്തകവുമാണ് എന്ന് ഞാൻ പറയും. എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട, എൻ്റെ കരളിൻ്റെ ഒരു കഷ്ണം ആരോ പറിച്ചെടുത്ത പോലെയാണ് ഹനീഫിന്റെ നഷ്ടത്തെ ഞാൻ കാണുന്നത്. ഇത് ഒരു അലങ്കാര വാക്കല്ല. യഥാർത്ഥത്തിൽ ഹനീഫിന്റെ നഷ്ടം അദ്ദേഹത്തിന്റെ കുടുംബത്തിലൊരു നഷ്ടം ആയി എന്നും ഉണ്ടാകും. അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾക്കിടയിലുള്ളൊരു നഷ്ടമായി ഉണ്ടാകും. പക്ഷേ എനിക്ക് സംഭവിച്ച നഷ്ടം എനിക്ക് കേവലം ഒരു വാക്കിലോ വാചകങ്ങളിലോ ഒരു പ്രസംഗത്തിലോ ഒരു ലേഖനത്തിലോ ഒന്നും തീർക്കാൻ പറ്റുന്നതല്ല. അതെന്നെന്നും എൻ്റെ ഉൾക്കുരുന്നിലുണ്ടാകും. ഹനീഫയുടെ ഈ അനുസ്മരണ പരിപാടി ഞാൻ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കും. മണ്ണാർക്കാട് നിയോജക മണ്ഡലം യൂത്ത് ലീഗിൻ്റെ നേതാക്കന്മാർ, നമ്മുടെ ജില്ലാ യൂത്ത് ലീഗിൻ്റെ പ്രസിഡന്റ്, മറ്റ് ഭാരവാഹികൾ, ഇതിൽ ഓൺലൈനായി സംബന്ധിക്കുന്ന ഡോക്ടർ MK മുനീർ സാഹിബ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ, ഈ പരിപാടി വീക്ഷിക്കുന്ന
പ്രിയപ്പെട്ട യൂത്ത് ലീഗിൻ്റെ സഹപ്രവർത്തകരെ, സഹോദരി സഹോദരന്മാരെ, ഒരു കോവിഡ് കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 1.5 വർഷക്കാലമായി കോവിഡ് ഉണ്ടാക്കിയ പ്രതിസന്ധികൾക്കിടയിലാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും. ഇവിടെ മണ്ണാർക്കാട് മണ്ഡലം യൂത്ത് ലീഗ് കമ്മിറ്റി MSFൻ്റെയും യൂത്ത് ലീഗിൻ്റെയും ഒക്കെ നേതൃ സരണിയിൽ പ്രവർത്തിച്ച് നമുക്ക് മുമ്പിൽ കുറേ നന്മകൾ ഉണ്ടാക്കി കടന്നുപോയ നമ്മുടെയൊക്കെ പ്രിയങ്കരനായ PM ഹനീഫിനെ സ്മരിക്കുന്നതിന് ഹനീഫ് അനുസ്മരണ പരിപാടിയാണ് ഓൺലൈനായി സംഘടിപ്പിച്ചിട്ടുള്ളത്. ഹനീഫിനെ സ്മരിക്കുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അതുപോലെയുള്ള ആ ഒരു കാലഘട്ടത്തിൽപ്പെട്ട MSF യൂത്ത് ലീഗ് വഴി സംഘടനാ രംഗത്തും പൊതുരംഗത്തും കടന്നു വന്ന ഏതൊരാളും ഒരു സുഹൃത്തിനെ അല്ലെങ്കിൽ ഒരു കൂടപ്പിറപ്പിനെ അനുസ്മരിക്കുന്നത് പോലെയാണ്. എനിക്ക് വർഷങ്ങളുടെ ബന്ധമാണ് ഹനീഫുമായിട്ടുള്ളത്. ഞാൻ MSFൻ്റെ മലപ്പുറം ജില്ലാ ഭാരവാഹിയാകുമ്പോൾ ഹനീഫ് കമ്മിറ്റി അംഗമാണ്, പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിൻ്റെ ഭാരവാഹിയായി. പിന്നെ MSFൻ്റെ സംസ്ഥാന ഭാരവാഹിയാകുമ്പോൾ ഹനീഫ് ജില്ലാ ഭാരവാഹിയാണ്. അങ്ങനെ നീണ്ട MSF കാലഘട്ടത്തിലെ ബന്ധം. അത് കഴിഞ്ഞ് യൂത്ത് ലീഗിലേക്ക് MSFൻ്റെ സംസ്ഥാന സാരഥികളെ ഞങ്ങളുടെ യൂത്ത് ലീഗ് കമ്മിറ്റിയിലേക്ക് നേരിട്ട് ഉൾപ്പെടുത്തിയ സന്ദർഭത്തിൽ ഞാൻ ജനറൽ സെക്രട്ടറി, ഹനീഫ് അതിൻ്റെ സെക്രട്ടറിമാരുടെ ആളാണ്. സ്വാഭാവികമായി ഒരേ നാട്ടുകാരെന്നുള്ള നിലക്ക് പെട്ടെന്ന് ഇടപഴകാനും ബന്ധപ്പെടാനും കഴിയുന്ന ആളുകൾ എന്ന നിലക്ക് ഞങ്ങൾ പല ഉത്തരവാദിത്തങ്ങളും ആ രീതിയിലാണ് ഷെയർ ചെയ്തത്. അപ്പോൾ ആ ഒരു സമയത്ത് വളരെ വലിയൊരു ആത്മബന്ധം ആ കമ്മിറ്റിയുടെ കാലയളവിലാണ്. അത് കഴിഞ്ഞ് പുതിയ കമ്മിറ്റി വന്ന ഉടനെയാണ് സത്യത്തിൽ ഹനീഫക്ക് ഇങ്ങനെ ഒരു മാരകമായ രോഗം പിടിപെട്ടിട്ടുണ്ട് എന്ന് എല്ലാവരും പറയുന്നു. ഞങ്ങളൊക്കെ വളരെയേറെ വിഷമിപ്പിച്ച ഒരു അവസരമായിരുന്നു. ഇങ്ങനെയൊരു വാർത്ത കേട്ടപ്പോൾ എല്ലാവരും സ്തംഭിച്ചു. പിന്നീട് ഏകദേശം 1 വർഷക്കാലം അതിൻ്റെ ട്രീറ്റ്മെൻറ്റും പിന്നീട് ഹനീഫയുടെ വിയോഗവുമാണ് ഉണ്ടായത്. ഹനീഫ് വളരെ ആത്മാർത്ഥമായി ഈ രംഗത്ത് പ്രവർത്തിച്ച ഒരാളാണ്. ജാടകളില്ലാത്ത, കാപട്യങ്ങളില്ലാത്ത, പദവികൾക്കും അതുപോലെ തന്നെ സ്ഥാനമാനങ്ങൾക്കും വേണ്ടി വലിയ ബലങ്ങൾ കൂട്ടാത്ത, പുറത്തേക്ക് വലിയ പ്രകടനപരത കാണിക്കാത്ത, എന്നാൽ കൃത്യമായി തൻ്റെ സംഘടനയെ സംബന്ധിച്ചും സമുദായത്തെ സംബന്ധിച്ചും ഈ ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ കൃത്യമായ കാഴ്ചപ്പാടുള്ള ഒരു വിദ്യാർത്ഥി യുവജന പ്രവർത്തകനാണ്. പാർട്ടിയെക്കുറിച്ച് അദ്ദേഹത്തിന് ഒരുപാട് നല്ല കാഴ്ചപ്പാടുകളുണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടി ആ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ, സംഘടനാ പ്രവർത്തനം ശക്തിപ്പെടുത്താൻ ഈ സംസ്ഥാനത്ത് ഒട്ടുക്കും MSFൻ്റെ നേതാവ് എന്ന നിലയിൽ, യൂത്ത് ലീഗിൻ്റെ നേതാവ് എന്ന നിലയിൽ ഹനീഫ് നിരന്തരം യാത്രകളും പ്രവർത്തനങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകും. അതിലൊക്കെ ഒരു പ്രയാസമില്ലാതെ വീട്ടിൽ നിന്നിറങ്ങി ദിവസങ്ങളോളം സംഘടനയ്ക്ക് വേണ്ടി യാത്രകളിൽ ഏർപ്പെട്ട ഹനീഫിനെ എനിക്കറിയാം. അപ്പം അങ്ങനെ വളരെ ആത്മാർത്ഥമായി മാതൃകാപരമായി സംഘടനാ രംഗത്ത് പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ് ഹനീഫ്. ഹനീഫിൻ്റെ ഞങ്ങൾ പിന്നെ സത്യത്തിൽ ഇതിൻ്റെ ഒരു തുടക്കം, അത് ഹനീഫിൻ്റെ രോഗത്തിൻ്റെ ഒരു ലക്ഷണത്തിൻ്റെ തുടക്കം ഉണ്ടായിരുന്നു. ഇവിടെ നമ്മുടെ ഡാമിൻ്റെ സമരം നടക്കുന്നു, മുല്ലപ്പെരിയാർ ഡാമിൻ്റെ സമരം നടക്കുന്നു. ഞങ്ങളന്ന് യൂത്ത് ലീഗിൻ്റെ ഒരു പ്രതിനിധി സംഘം, ഞാനും ഷാജിയും ഒക്കെ നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആ ഒരു അടുത്ത സമയത്താണ്. അങ്ങനെ ആ സമരത്തിൽ ഞങ്ങൾ അഭിവാദ്യം അർപ്പിക്കാൻ വേണ്ടി പോയി. ഞങ്ങൾ 2 വണ്ടികളിലായിരുന്നു. ഞങ്ങളൊരു വണ്ടിയിലും ഹനീഫ് തൊട്ട് മറ്റൊരു വണ്ടിയിലും. അപ്പോൾ ആ ഘട്ടത്തിലാണ് ചില അസ്വസ്ഥതകൾ തോന്നി. ഹനീഫ് ഛർദ്ദിച്ചു. ആ ഛർദ്ദിച്ച പല്ല് ബ്ലഡ് ഉണ്ടായിരുന്നു പറഞ്ഞു. അപ്പോൾ പോലും അത് ഇങ്ങനെ ഒരു രോഗമായിരിക്കുന്നു എന്ന് ആരും കരുതിയതല്ല. തുടർന്ന് നടത്തിയ പരിശോധനകളിലാണ് ഹനീഫിൻ്റെ രോഗം കണ്ടെത്തുന്നത്. എന്നിട്ടും വളരെ ധൈര്യത്തോടു കൂടി തന്നെ ഇങ്ങനെ ഒരു രോഗമുണ്ട് എന്നറിഞ്ഞിട്ടും നമ്മളെയൊക്കെ ഹനീഫ് വളരെ ധൈര്യത്തോടും സമചിത്തതയോടും കൂടിയാണ് ഇടപെട്ടത്. ഞങ്ങളൊക്കെ ചെല്ലുമ്പോൾ ഞങ്ങൾക്ക് പ്രയാസം ഉണ്ടായിട്ട് ഹനീഫിനെ അഭിമുഖീകരിക്കാൻ സംസാരിക്കുമ്പോൾ ഞങ്ങളൊക്കെ ഇടയ്ക്ക് സംസാരം മുറിഞ്ഞു പോകുന്ന
ശോകമൂകമായി പോകുന്ന അന്തരീക്ഷം ഉണ്ടായിരുന്നു. പക്ഷെ ഹനീഫ് ആ സമയത്തൊക്കെ വളരെ സ്ഥൈര്യത്തോടു കൂടിയാണ് അതിനെയൊക്കെ നേരിട്ടത്. ഏതായിരുന്നാലും ഞാനിവിടെ ദീർഘമായി സംസാരിക്കുന്നില്ല. ഹനീഫ് MSF-ഉം യൂത്ത് ലീഗുമായി നമ്മുടെ ലീഗ് രാഷ്ട്രീയത്തിൽ വിദ്യാർത്ഥി യുവജന കാലഘട്ടത്തിലെ ഒരു നല്ല അധ്യായമാണ്. ഈ പാർട്ടിയും ഈ സംഘടനാ സംവിധാനവും അതിൻ്റെ ചരിത്രമൊക്കെ നിലനിൽക്കുമ്പോൾ ഹനീഫ് അതിലൊരു അധ്യായമാണ്. ഒരു നിഷ്കളങ്കമായ സേവന സന്നദ്ധനായ ഒരു പ്രവർത്തകനായ ഒരു നേതാവായി ഹനീഫിൽ എന്നും നമുക്ക് ഓർമ്മിക്കാൻ സാധിക്കും. ഹനീഫിൽ ധാരാളം മാതൃകകളുണ്ട്. ഹനീഫിൻ്റെ മാതൃകകൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ യുവജന രാഷ്ട്രീയത്തെ മുന്നോട്ട് ചലിപ്പിക്കാൻ നിങ്ങളൊക്കെ സന്നദ്ധമാകണം. നിരവധി വെല്ലുവിളികളും പ്രതിസന്ധികളും നേരിടുന്ന ഒരു കാലഘട്ടമാണ്. ഹനീഫ് സ്വന്തമായി ഒന്നും നേടാൻ ശ്രമിച്ചില്ല. എല്ലാം സമുദായത്തിനും സമൂഹത്തിനും സംഘടനയ്ക്കും വേണ്ടി എന്ന മനോഭാവത്തോടുകൂടി പ്രവർത്തിച്ചു. ഞാൻ ഒറ്റ അനുഭവം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഞാൻ മണ്ണാർക്കാട്ടേക്ക് ആദ്യമായി സ്ഥാനാർത്ഥിയായി കടന്നു വരുന്ന ആ സമയം. എന്നാൽ ഹനീഫ് മണ്ണാർക്കാട് നല്ല ബന്ധങ്ങളാണ്. ആ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടത്തിലൊക്കെ ഹനീഫിൻ്റെ കൂടെ വലങ്കൈയായി ഉണ്ടായിരുന്നു. കാരണം ഹനീഫ് പഠിച്ചത് മണ്ണാർക്കാട് MS കോളേജിലാണ്. പിന്നെ അടുത്താണല്ലോ മേലാറ്റൂർ, നമ്മുടെ അറനല്ലൂർ, മുട്ടപ്പാടം, അങ്ങനെ മണ്ണാർക്കാട് ഏരിയകളുമായിട്ട് നല്ല ബന്ധം. അപ്പോൾ ആ ബന്ധങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി അന്ന് എന്നെ വളരെയേറെ സഹായിച്ചിട്ടുള്ള ഒരു സന്ദർഭത്തിൽ വെക്കുകയാണ്. അള്ളാഹു ഹനീഫിന് മഹഫറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. ആ ഹനീഫിൻ്റെ നല്ല സ്മരണകൾ എന്നും ഈ സംഘടനാ രംഗത്തുണ്ടാകും. അത് നമുക്ക് പ്രചോദനമാകട്ടെ. ഈ സന്ദർഭത്തിൽ ഞാൻ പ്രത്യേകമായി ആശംസിച്ചുകൊണ്ട് മണ്ഡലം യൂത്ത് ലീഗിന് എല്ലാവിധ അഭിവാദ്യങ്ങളും നൽകുന്നുണ്ട്. എൻ്റെ എളിയ വാക്കുകൾ പ്രസംഗിക്കും. ദീർഘവീക്ഷണത്തോടുകൂടി പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മണ്ണാർക്കാട് മണ്ഡലം യൂത്ത് ലീഗ് കമ്മിറ്റി PM ഹനീഫ് സാഹിബിനെ അനുസ്മരിക്കുകയാണ്. അള്ളാഹു PM ഹനീഫിന് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഹനീഫിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. ഹനീഫിന്റെ വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിക്കുന്നത് മണ്ണാർക്കാട് വെച്ചാണ്. മണ്ണാർക്കാട് MES കോളേജിൽ PM ഹനീഫ് പഠിക്കുമ്പോഴാണ് MSF-ലൂടെ അദ്ദേഹം പൊതുരംഗത്തേക്ക് കടന്നു വരുന്നത്. ഹനീഫ് നന്നായി എഴുതുകയും നന്നായി വായിക്കുകയും ചെയ്തിരുന്ന ഒരു നേതാവായിരുന്നു എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. MES കോളേജിൽ തന്നെ മാഗസിൻ എഡിറ്ററായിട്ടാണ് അദ്ദേഹം പ്രവർത്തനം ആരംഭിക്കുന്നത്. അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥി കാലഘട്ടത്തിൽ തുടങ്ങിയ ആ എഴുത്ത് മരിക്കുന്നതുവരെ അദ്ദേഹം നിലനിർത്തി പോന്നിരുന്നു എന്നതാണ് വസ്തുത. അദ്ദേഹത്തിന്റെ അവസാന കാലത്തിൽ പോലും യൂത്ത് ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ ഐഡിയൽ യൂത്ത് കോറുമായി ബന്ധപ്പെട്ട സുവനീറിന്റെ ഒരു പണിപ്പുരയിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. ഒടുവിൽ പോലും അദ്ദേഹം അതിനുവേണ്ടി അഹോരാത്രം പ്രയത്നിച്ചിരുന്നു. നല്ല ദിഷണാശാലിയായ ദീർഘവീക്ഷണത്തോടുകൂടി പ്രവർത്തിച്ചിരുന്ന ഒരു നേതാവായിരുന്നു. ഞാൻ അദ്ദേഹത്തിന് കൂടെ MSF-ൽ പ്രവർത്തിക്കാനുള്ള അവസരം ലഭിച്ചിട്ടുണ്ട്. യൂത്ത് ലീഗിൽ അദ്ദേഹത്തോട് ഒരുമിച്ച് സ്റ്റേറ്റ് ഭാരവാഹിയായി പ്രവർത്തിക്കാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് നാളുകൾ എന്റെ കൂടെ അദ്ദേഹം കോഴിക്കോട്ട് വരുമ്പോഴൊക്കെ എന്റെ കൂടെയായിരുന്നു അദ്ദേഹം യാത്ര ചെയ്തിരുന്നത്. അദ്ദേഹത്തിനോടൊപ്പം യാത്ര ചെയ്യുമ്പോൾ ഒരുപാട് അനുഭവങ്ങൾ അദ്ദേഹം പങ്കുവച്ചത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. വളരെ കഠിനാധ്വാനം ചെയ്തിരുന്ന, എപ്പോഴും മുൻനിരയിൽ വരണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു നേതാവായിരുന്നില്ല അദ്ദേഹം. പിൻനിരയിൽ നിന്ന് സമൂഹത്തെ മുൻനിരയിൽ എത്തിക്കുക എന്നതിനു വേണ്ടിയാണ് അദ്ദേഹം പ്രവർത്തിച്ചത്. അദ്ദേഹത്തിന്റെ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് ഉണ്ട്. അതിൽ ഒന്ന് മാത്രമാണ് കാലിക്കറ്റ് സർവകലാശാലയിൽ ആരംഭിച്ച CHR. അതിനൊക്കെ അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രയത്നം ആർക്കും വിസ്മരിക്കാൻ സാധിക്കില്ല. ഞാൻ MG സർവകലാശാല സിൻഡിക്കേറ്റ് മെമ്പർ ആയിരുന്ന സമയത്ത് MGയിൽ CHR തുടങ്ങാനുള്ള ഒരു കാരണം ഹനീഫിന്റെ ഒരു മാതൃകയാണ്. കൊർദോവ സമ്മേളനം നമുക്ക് മറക്കാൻ കഴിയില്ല. ഗ്രാജുവേറ്റ് കോൺഫറൻസ്, അങ്ങനെ എത്ര പ്രവർത്തനങ്ങളുടെ പിറകിലാണ് ഹനീഫ് പ്രവർത്തിച്ചത്. ഹനീഫിന്റെ ഒരു ശൂന്യത സംഘടനയെ സംബന്ധിച്ചിടത്തോളം നികത്താനാവാത്തതാണ്. നമ്മൾ ആലങ്കാരികമായി പറയുന്നതല്ല. നമ്മളൊക്കെ ഒരുപാട് നാളുകൾ എന്റെ കൂടെ അദ്ദേഹം കോഴിക്കോട്ട് വരുമ്പോഴൊക്കെ എന്റെ കൂടെയായിരുന്നു അദ്ദേഹം യാത്ര ചെയ്തത്. അദ്ദേഹത്തിനോടൊപ്പം യാത്ര ചെയ്യുമ്പോൾ ഒരുപാട് അനുഭവങ്ങൾ
അദ്ദേഹം പങ്കുവച്ചത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. വളരെ കഠിനാധ്വാനം ചെയ്തിരുന്ന, എപ്പോഴും മുൻനിരയിൽ വരണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു നേതാവായിരുന്നില്ല അദ്ദേഹം. പിൻനിരയിൽ നിന്ന് സമൂഹത്തെ മുൻനിരയിൽ എത്തിക്കുക എന്നതിനു വേണ്ടിയാണ് അദ്ദേഹം പ്രവർത്തിച്ചത്. അദ്ദേഹത്തിന്റെ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് ഉണ്ട്. അതിലൊന്ന് മാത്രമാണ് കാലിക്കറ്റ് സർവകലാശാലയിൽ ആരംഭിച്ച CHR. അതിനൊക്കെ അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രയത്നം ആർക്കും വിസ്മരിക്കാൻ സാധിക്കില്ല. ഞാൻ MG സർവകലാശാല സിൻഡിക്കേറ്റ് മെമ്പർ ആയിരുന്ന സമയത്ത് MGയിൽ CHR തുടങ്ങാനുള്ള ഒരു കാരണം അനീഫിന്റെ ഒരു മാതൃകയാണ്. കൊർദോവ സമ്മേളനം നമുക്ക് മറക്കാൻ കഴിയില്ല, ഗ്രാജുവേറ്റ് കോൺഫറൻസ്, അങ്ങനെ എത്ര പ്രവർത്തനങ്ങളുടെ പിറകിലാണ് അനീഫ് പ്രവർത്തിച്ചത്. അനീഫിന്റെ ഒരു ശൂന്യത സംഘടനയെ സംബന്ധിച്ചിടത്തോളം നികത്താനാവാത്തതാണ്. നമ്മൾ ആലങ്കാരികമായി പറയുന്നതല്ല. നമ്മളൊക്കെ അതുപോലെ ആ ജീവിതത്തിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനം, ആ ആത്മാർത്ഥതയും സത്യസന്ധതയും ഒക്കെ പകർത്തുക എന്നതാണ് നമ്മുടെ ഉത്തരവാദിത്തം. അത് നമുക്ക് സാധിക്കട്ടെ. നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ അദ്ദേഹത്തെ നമ്മയും സർവശക്തൻ ഒരുമിച്ച് കൂട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, മണ്ണാർക്കാട് മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് സംഘടിപ്പിക്കുന്ന PM അനീഫ് അനുസ്മരണ പരിപാടിയിലാണ് നമ്മളെ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നത്. 2013 മെയ് 24 തീയതിയാണ് അനീഫ് മരിച്ചത്. അനീഫിന്റെ നിര്യാണം സംഭവിച്ചത്. അതിനുശേഷം 8 വർഷങ്ങൾ കടന്നുപോയി. പക്ഷെ അനീഫ് നമ്മുടെ മുമ്പിൽ നിന്ന് കടന്നു പോകുന്നില്ല. അനീഫ് ഇപ്പോഴും നിൽക്കണേ നമ്മുടെ മുമ്പിൽ, നമ്മുടെ മനസ്സിൽ, നമ്മുടെ ഓർമ്മയിൽ, നമ്മുടെ ചിന്തയിൽ, നമ്മുടെ വികാരത്തിൽ, നമ്മുടെ ആവേശത്തിൽ എല്ലാം അനീഫ് നിൽക്കാണ്, കടന്നുപോകണം. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെയാണ് അനീഫിന്റെ ജീവിതം. ഒരാളുടെ ജീവിതം എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് അയാളെ അനുയായികളും സുഹൃത്തുക്കളും ബാക്കിയുള്ളവരൊക്കെ ഓർക്കുക. അനീഫിനെ സംബന്ധിച്ചിടത്തോളം അനീഫിന്റെ ജീവിതത്തിൽ ഒരുപാട് ഗുണങ്ങൾ, ഈ നേതൃത്വ ഗുണം എന്നുള്ളത് യഥാർത്ഥത്തിൽ അത് ഒരു അഭ്യാസലഭ്യമല്ല, അത് ജന്മസിദ്ധമാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ചില ആളുകൾ ചില സ്ഥലത്തങ്ങൾ ചെന്നാൽ, ചിലപ്പോൾ ചില ആളുകൾ സ്ഥലത്തൊരു കല്യാണ വീട്ടിൽ ചെന്നാൽ അയാളെ ഈ കാര്യം പിന്നെ അവിടുത്തെ കൈകാര്യക്കാരൻ, അയാൾ അവിടുത്തെ ആരും ആവില്ല, എന്നാലും അയാളാവും കൈകാര്യക്കാരൻ. ഒരു മരണ വീട്ടിൽ ചെന്നാൽ, ഒരു പരിപാടിന്റെ അടുത്ത് ചെന്നിട്ടുണ്ടെങ്കിൽ, അങ്ങനെ സാമൂഹികമായിട്ടുള്ള പല ചടങ്ങുകളിൽ സംബന്ധിക്കുമ്പോൾ ചില ആളുകൾ അവിടെ വന്നാൽ അവർ അവിടുത്തെ ആ കൈകാര്യം ഏറ്റെടുക്കും. അത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണ്. ആരും അവരെ ഏൽപ്പിക്കണതല്ല, ആരും അവരോട് പറയുന്നതല്ല, ആരും അവരെ അങ്ങനെ ചെയ്യണമെന്ന് ആഗ്രഹിക്കണതല്ല. പക്ഷെ അങ്ങനെ സംഭവിച്ചു പോകാം. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ അഭ്യാസലഭ്യമല്ല നേതൃത്വ ഗുണം. ലീഡർഷിപ്പ് ഗുണം എന്ന് പറഞ്ഞാൽ ഇത് ജന്മസിദ്ധമാണ്. അതെല്ലാവർക്കും കിട്ടിക്കൊള്ളുന്നില്ല. ഇസ്ലാമിക ചരിത്രത്തിൽ നിങ്ങൾ നോക്കി, മൂസാ നബി അലി ഇസ്ലാമിന്റെ അനുയായികൾ, ഇസ്രായേൽ സമൂഹം, മൂസാ നബി അലി ഇസ്ലാമിന്റെ സാന്നിധ്യം എത്രത്തോളം എന്ന് വെച്ചാൽ മൂസാ നബി അലി ഇസ്ലാമിന് ഈ നേതൃത്വ ഗുണം, അദ്ദേഹത്തിന് ജന്മസിദ്ധമായിട്ടുള്ള നേതൃത്വ ഗുണം അദ്ദേഹത്തിന് വെളിപ്പെടുത്താൻ പല അവസരങ്ങളും ഉണ്ടായി. ഉദാഹരണം പറഞ്ഞാൽ ഇസ്രായേൽ സമൂഹം അവിടെ ടിബത്തുകളുടെ ഇടയിൽ ജീവിക്കുമ്പോൾ ഒരിക്കലും അദ്ദേഹം എപ്പോഴും ഒരു മർദ്ദിത ജനതയുടെ പക്ഷത്തുള്ളയാളാണ്. കാരണം അദ്ദേഹത്തിന്റെ ജനത തന്നെ മർദ്ദിതരാണ്. അവ മർദ്ദിത ജനതയുടെ പക്ഷത്ത് നിൽക്കുന്ന ആൾ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം എപ്പോഴും സമൂഹത്തിൽ സജീവമാണ്. അങ്ങനെ അദ്ദേഹത്തിന് ഒരിക്കലും ടിബത്തികളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ, കാരണം അവർ വലിയ മുതലാളിമാരും നേതാക്കന്മാരും യജമാനന്മാരുമാണല്ലോ. ഇസ്രായേൽ സമൂഹം എന്ന് പറഞ്ഞാൽ അടിമകളുമാണ്. അപ്പൊ ഒരു അടിമയായിട്ടുള്ള ഇസ്രായേലിനെ വല്ലാതെ ദ്രോഹിക്കുന്നുണ്ട് കിപ്തികളിൽപ്പെട്ട ഒരാൾ. ആ മർദ്ദിതനായ വ്യക്തി അദ്ദേഹത്തിന്റെ സഹായത്തിന് വേണ്ടിയുള്ള രോദനം കേട്ടപ്പോഴും മൂസാ നബി അലൈഹി ഇസ്ലാം രണ്ടും കൽപ്പിച്ചു ചെന്നിട്ട് അയാളൊന്ന് പ്രഹരിച്ചു. അങ്ങനെ മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ പ്രഹരമേറ്റ് അയാൾ മരിച്ചുപോയപ്പോ ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഒരു മർദ്ദിതൻ സഹായത്തിന് വേണ്ടി വിളിക്കുന്ന സമയത്ത് സഹായത്തിന് വേണ്ടി വിളിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. മൂസാ നബി അലൈഹി ഇസ്ലാം ഒന്ന് പ്രവാചകനായിട്ടൊന്നുമില്ല, സാധാരണ ഇസ്രായേലിയനാണ്. എന്നിട്ടും അദ്ദേഹത്തെ സഹായത്തിന് വിളിക്കുന്നത് എന്തുകൊണ്ടാണ്? അദ്ദേഹം അതിന് പറ്റുന്ന ആളാണെന്ന് മനസ്സിലാക്കണോണ്ടാണല്ലോ. അതിനുശേഷം അദ്ദേഹം അവിടുന്ന് സ്ഥലം വിടേണ്ടി വരിക. കാരണം നാട്ടിൽ നിന്നിട്ടുണ്ടെങ്കിൽ അത്ര പന്തിയില്ലാത്തൊരവസ്ഥ വന്നു. അദ്ദേഹത്തിന് ഭീഷണി വരാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ അടുക്കൽ വന്നു കണ്ട് ഇന്ന കൗമ യുത്തമിറുന അലൈക്ക,
നാട്ടുകാർ നിങ്ങൾക്കെതിരെ ഗൂഢാലോചന നടത്തുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള, ജാഗ്രത കാണിക്കണം, ജാഗരൂകനായിരിക്കണം എന്നുള്ള വാണിംഗ് കിട്ടിയപ്പോൾ അദ്ദേഹം സ്ഥലം വിട്ടിട്ട് മദീനയിലേക്ക് പോകുന്നു. മദീനയിലേക്ക് ചെന്നിട്ട് അവിടുന്ന് അദ്ദേഹം അവിടെ പെൺകുട്ടികളെ, അവിടെ കുറെ ആളുകൾ ഒരു തടാകത്തിന്റെ അടുത്ത് നിന്നുകൊണ്ട് പിന്നെ ആളുകൾക്ക് വെള്ളം കുടിപ്പിക്കണം. അപ്പോൾ 2 പെൺകുട്ടികൾ മാറി നിൽക്കുന്നുണ്ട്. അവർക്ക് ഈ ജനക്കൂട്ടത്തിലേക്ക് പുരുഷന്മാരെ അടുത്തേക്ക് വരാൻ പറ്റണില്ല. അവർ മാറി നിൽക്കാം, അങ്ങനെ നാണം കുടുങ്ങിയിട്ട് അപ്പുറത്ത് നിൽക്കുകയാണ്. അപ്പൊ മൂസാ നബി ഇസ്ലാം അതാണ് ശ്രദ്ധിച്ചത്. മറ്റുള്ളവരെ വെള്ളം കുടിപ്പിക്കുന്നതൊന്നും അല്ല ശ്രദ്ധിച്ചത്, അദ്ദേഹം മാറി നിൽക്കുന്നവരെ ശ്രദ്ധിച്ചു. അപ്പൊ അവര് നിസ്സഹായരായിട്ട് നിൽക്കല്ലേ, അദ്ദേഹം സഹായിക്കാൻ വേണ്ടി ചെന്നു, വെള്ളം കോരി കൊടുത്തു. അങ്ങനെ വീട്ടിൽ ചെന്നതിന് ശേഷം കുട്ടികൾ ഇങ്ങനെ ഒരാൾ ഞങ്ങൾക്ക് ഇങ്ങനെ സഹായം ചെയ്തിട്ടുണ്ടെന്ന് കേട്ടപ്പോൾ ഷുഐബ് നബി അലൈഹി ഇസ്ലാമിന്റെ മക്കളായിരുന്നത്, ഷുഐബ് നബി അലൈഹി ഇസ്ലാം അദ്ദേഹത്തെ വിളിച്ചുകൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. എന്നിട്ട് 10 വർഷം മകളെ കെട്ടിച്ചു കൊടുക്കാൻ വേണ്ടി, ഒരു മകളെ കെട്ടിച്ചു കൊടുക്കാൻ വേണ്ടി 10 വർഷം മഹറായിട്ട് ആട് നോക്കാനാണ് പറയുന്നത്. ഇതിലൊരു രഹസ്യം ഉണ്ടാവൂലേ? കാരണം 10 വർഷത്തൊക്കെ ആട് നോക്കേണ്ടി വരികയാണ് ഒരു പെണ്ണിനെ കെട്ടാൻ വേണ്ടിയിട്ട്. നമ്മളൊക്കെ മഹർ കൊടുക്കുന്ന സമയത്ത് ഈ ചെറിയൊരു സാധനം കൊടുക്കാണ്ട് ഈ മഹറിന് പകരം എന്നാ പറയല്. അപ്പൊ പെണ്ണിന് യഥാർത്ഥത്തിൽ പകരം എന്ന് പറയുന്നത് ഒരു പന്തികേട് ഒരു അർത്ഥശൂന്യത കയ്യിലുണ്ട്. എന്തായാലും അത് വിഷയാക്കണ്ട. ഏതായാലും പിന്നെ അങ്ങനെ കല്യാണം കഴിച്ച് 10 വർഷം അവിടെ താമസിക്കുകയാണ്. അതെന്താ അതിന്റെ രഹസ്യം എന്ന് വെച്ചാൽ, മൂസാ നബി അലൈഹി ഇസ്ലാമിനെ മകളെ കെട്ടിച്ചു കൊടുക്കുമ്പോൾ ആട് നോക്കാൻ വേണ്ടി ഷുഐബ് നബി അലൈഹി ഇസ്ലാം പരിശീലിപ്പിക്കുകയാണ്. കാരണം എന്താ, പെണ്ണുങ്ങളെ നോക്കാൻ ചിലപ്പോൾ ആട് നോക്കി ശീലിപ്പിച്ച് ക്ഷമ ഉണ്ടാവുക എന്നുള്ളതാണ് ഇതിന്റെ അർത്ഥം. അപ്പൊ ഈ ക്ഷമ ശീലിപ്പിക്കലാണ്. അങ്ങനെ അദ്ദേഹം അവിടുന്ന് പിന്നെ 10 വർഷം കഴിഞ്ഞ ശേഷം അദ്ദേഹം നാട്ടിലേക്ക് തിരിച്ചു വരിക. അപ്പൊ എന്നിട്ട് പിന്നീട് ഇസ്രായേലിയരുടെ ജീവിച്ചതിന് ശേഷം പിന്നീട് അവരെ പിന്നെ സന്മാർഗത്തിലേക്ക് ക്ഷണിക്കലും കഴിഞ്ഞതിന് ശേഷം അവസാനം ഫിറോവിന്റെ അടുത്ത് നിന്ന് എന്ന് പറഞ്ഞാൽ മർദ്ദക ഭരണകൂടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ട് അവരുടെ വാഗ്ദത്ത ഭൂമിയിലേക്ക് കൊണ്ടുപോകാൻ. അങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് മൂസാ നബി അലൈഹി ഇസ്ലാമിന് വഴിക്ക് വെച്ചിട്ട് അവര് പിന്നെ വിഗ്രഹ പൂജ കണ്ടപ്പോൾ അവര് മൂസാ നബിയോട് പറയാ, ഇതാ ഞങ്ങൾക്കും വിഗ്രഹങ്ങൾ ഉണ്ടാക്കി തരുന്നത്. ഇങ്ങനെയുള്ളൊരു ജനവിഭാഗമാണ്. അത്രയും കാലം തൗഹീദ്, ഏകദൈവത്വം ഒക്കെ പഠിപ്പിച്ച് ബഹുദൈവത്വത്തിന്റെ പ്രതീകമായിട്ടുള്ള, അക്രമത്തിന്റെ പ്രതീകമായിട്ടുള്ള ഭരണാധികാരിയിൽ നിന്ന് മോചിപ്പിച്ച് ഒക്കെ രക്ഷപ്പെടുത്തിയൊക്കെ കൊണ്ടുപോകുന്ന സമയത്തും ഞങ്ങൾക്ക് ജനവിഭാഗം, ആ ജനവിഭാഗത്തെ നയിക്കാൻ എത്രമാത്രം നേതൃത്വ ഗുണമുണ്ടായിരിക്കണം. എന്നിട്ട് അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നീട് അദ്ദേഹം തൗറാത്ത് വാങ്ങാൻ വേണ്ടി, അള്ളാന്റെ അടുത്തേക്ക് തൗറാത്ത് വാങ്ങാൻ വേണ്ടിയിട്ട് അള്ളാഹുവിന്റെ വിളിപ്രകാരം പോവുകയാണ്. ഇവിടെ പിന്നെ സീനാമലയിലേക്ക് പോവാ. അവിടെ പോയിട്ട് തൗറാത്തിന് പോയ സമയത്ത് പ്രതി ജനവിഭാഗം ഈ ഇസ്രായേലിൽ ചെയ്യണം എന്താന്ന് വെച്ചാൽ, ഒരു കൃത്രിമമായിട്ട് ഒരുത്തൻ തന്റെ എന്തോ ഒരു ജാലവിദ്യയൊക്കെ പ്രയോഗിച്ചുകൊണ്ട് ഒരു ശബ്ദം പുറപ്പെടുവിക്കണ ഒരു പശുക്കുട്ടി, ഒരു കാളക്കുട്ടി ഉണ്ടായി കാണിച്ചു കൊടുത്തു. അതുണ്ടായി കാണിച്ചപ്പോ ഇതന്നെയാണ് നിങ്ങളുടെ ദൈവം എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും അതിനെ പൂജിക്കാൻ വരിക. അങ്ങനെ പൂജിക്കാൻ വരുന്ന സമയത്ത് യഥാർത്ഥത്തിൽ ഹാറൂൻ നബി അവിടെ ഉണ്ട്. മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ കൂടെ തന്നെ അല്ലാഹു തആല പ്രവാചകത്വം കൊടുത്തിട്ടുള്ള ഹാറൂൻ നബി അലൈഹി ഇസ്ലാം അവിടെ ഉണ്ട്. ആ ഹാറൂൻ നബി അലൈഹി ഇസ്ലാം നേതാവ് തന്നെയാണ്. പക്ഷെ മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ നേതൃത്വ ഗുണം ഹാറൂൻ നബി അലൈഹി ഇസ്ലാമിനില്ല. ഒരു പക്ഷേ ഈ അവസരം ഞാൻ ഉപയോഗപ്പെടുത്തിയിട്ട് ആ ജനതയെ ഞാൻ ഉപദേശിക്കാനും അവരുടെ ഇടയിൽ മദ്യം വരാനും ചെന്നാൽ ചിലപ്പോൾ പ്രതികൂല ഫലമായിരിക്കും ഉണ്ടാവുക എന്ന് അദ്ദേഹം മനസ്സിലാക്കിയ ഒരു ഗുണം അദ്ദേഹത്തിന് ഉണ്ടാവാം. എന്നാൽ പോലും ജനതയെ നയിക്കാനുള്ള പ്രാപ്തി ഗുണം അദ്ദേഹത്തിന് ഇല്ലാത്തതുകൊണ്ടാണല്ലോ മൂസാ നബി അലൈഹി ഇസ്ലാം വരുന്നതുവരെ കാത്തു നിൽക്കുന്നത്. അങ്ങനെ മൂസാ നബി അലൈഹി ഇസ്ലാം തിരിച്ചെത്തിയതിനു ശേഷമാണ് ആ ജനതയെ കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ ചില ഉദാഹരണം പറഞ്ഞെന്ന് മാത്രം ഇത്തരത്തിലുള്ള നേതൃത്വ ഗുണം. അപ്പൊ അനീഫിന്റെ കാര്യത്തിൽ അനീഫിന് ഉണ്ടായിരുന്ന നേതൃത്വ ഗുണം, ആ നേതൃത്വ ഗുണത്തിന് ഏറ്റവും കൂടുതൽ മാറ്റുകൂട്ടുന്ന തരത്തിലുള്ള അദ്ദേഹത്തിന്റെ ഒരു ഗുണം. ഞാൻ അവിടെയാണ് എപ്പോഴും ഊന്നുന്നത്. ആര് അനുസ്മരണത്തിന് പറഞ്ഞാലും എനിക്ക് പറയാൻ അനീഫിനെ സംബന്ധിച്ച് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് തന്നെയാണ് അനീഫിന്റെ അൾട്രൂയിസം എന്ന ഗുണം. അൾട്രൂയിസം അത് നിരുപാധികമായിട്ടുള്ള അൾട്രൂയിസം, റെസിപ്രോക്കൽ അൾട്രൂയിസം എന്ന് പറഞ്ഞൊരു ഗുണമുണ്ട്. എന്ന് പറഞ്ഞാല് ഇഫ് യു സ്ക്രാച്ച് മൈ ബാക്ക് ഐ വിൽ സ്ക്രാച്ച് യുവർ ബാക്ക്. എന്റെ മുതുക് മാന്തി തന്നാൽ ഞാൻ എന്റെ മുതുക് മാന്തി തരാം എന്ന് പറഞ്ഞാൽ എന്നെ സഹായിച്ചവരെ ഞാൻ സഹായിക്കും, ഞങ്ങളെ സഹായിച്ചവരെ ഞങ്ങൾ സഹായിക്കും, ഞങ്ങൾക്ക് ഉപകാരം ചെയ്തവർക്ക് ഞങ്ങൾ ഉപകാരം ചെയ്യും എന്നുള്ള നിലപാടിന് കേവലം അതൊരു റെസിപ്രോക്കൽ അൾട്രൂയിസമാണ്. എന്ന് പറഞ്ഞാൽ എന്റെ മുതുക് ജി വാങ്ങി തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എന്റെ മുതുക് മാന്തി തരും. എന്റെ മുതുക് മാന്തി തന്നാലും തന്നിട്ടുണ്ടെങ്കിലും എനിക്ക് ചൊറിയുന്നുണ്ടെങ്കിൽ ഞാൻ മാന്തി തരിക എന്നുള്ള മനസ്സുണ്ടാവുകയാണ് വേണ്ടത്. അതാണ് ശരിക്കും ഒരു നിരുപാധികമായിട്ടുള്ള അൺകണ്ടീഷണൽ ആയിട്ടുള്ള ഒരു അൾട്രൂയിസം. ഈ ഗുണമാണ് അനീഫിൽ ഏറ്റവും കൂടുതലായിട്ട് ജ്വലിച്ചു നിന്നിരുന്നതായി ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്. പലപ്പോഴും മറ്റുള്ളവർ കൊണ്ട് ജീവിക്കാം. മലയാളത്തിൽ അതിന് ഈ അൾട്രൂയിസം എന്നുള്ളതിന് മലയാളത്തിൽ അതിന് പിന്നെ പരാർത്ഥത എന്ന് പറയും.
പരാർത്ഥത. ആളുകൾ സ്വാർത്ഥികളാണ്, സ്വാർത്ഥത ഉണ്ടാവും. എനിക്ക് കിട്ടണം, എനിക്ക് വേണം, എനിക്ക് സ്ഥാനമാനങ്ങൾ വേണം, എനിക്ക് സമ്പത്ത് വേണം. അൽഹാഖുമുത്തഖാസുർ ഹത്താ സുർത്തുൽ മഖാബിർ, ഇനിയും ഇനിയും എനിക്ക് വേണം. അത് കബറിൽ എത്തോളം തന്നെ ഈ കാര്യങ്ങളെ വിചാരം എന്നൊക്കെ അള്ളാഹു ഖുർആനിൽ പറയണ്ടല്ലോ. അതുപോലെ എനിക്ക് സ്ഥാനം വേണം, എനിക്ക് പദവി വേണം, അങ്ങനെ എനിക്ക് സ്ഥാനം വേണം, പദവി വേണം, സമ്പത്ത് വേണം, നേട്ടം വേണം, ഇങ്ങനെ എനിക്ക് വേണം എന്ന് ചിന്തിക്കുന്ന ജനവിഭാഗത്തിനിടയിൽ ഹനീഫ് എനിക്ക് വേണം എന്നല്ല പറയാ, മറ്റുള്ളവന് വേണം. പലപ്പോഴും നമ്മൾ ചിന്തിച്ചു നോക്കി, ഹനീഫ് അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. ഹനീഫ് വേറുള്ളവർക്ക് വേണ്ടി കഷ്ടപ്പെട്ട അനുഭവങ്ങൾ എത്രയുണ്ട്. ഞാൻ വിഗ്രഹം വേണമെന്നാണ്. അതുപോലെ ഇസ്ലാമിക ചരിത്രത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഒരാൾ പട്ടിണി നടന്നുകൊണ്ട് വിശന്ന് റസൂലിന്റെ സന്നിധിയിൽ വന്ന് അങ്ങനെ റസൂൽ അനുയായികളോടൊക്കെ ഇയാളെ സൽക്കരിക്കാനായിരിക്കാലും കഴിയുമെന്ന് ചോദിച്ച് അവസാനം റസൂല് ഒരു സഹാബി, അബൂ തൽഹ എന്ന സഹാബി, അദ്ദേഹം ഈ അതിഥിയെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ കൊണ്ടുപോയിട്ട് അദ്ദേഹത്തിന് ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് കുട്ടികൾക്ക് എടുത്തുവെച്ച ഭക്ഷണമാണ് കുട്ടികളെ മറ്റവർക്ക് കൈകാര്യം ചെയ്യാന്ന് വിചാരിച്ചുകൊണ്ട് ആ ഭക്ഷണം അതിഥിക്ക് കൊണ്ടുവന്ന് കൊടുക്കുന്ന പറഞ്ഞു. അങ്ങനെ ആ അതിഥി ഭക്ഷണം കഴിക്കുമ്പോൾ ഇയാളും കൂടെ ഇരുന്നു. തന്റെ കൂടെ ഇരുന്നുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട് വീട്ടുകാരൻ എന്ന് അതിഥിക്ക് തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് വളക്കൂതാൻ ഭാര്യയോട് പറയാം. അപ്പൊ താൻ വിശന്നുകൊണ്ട് അതിഥി, എവിടുന്നോ വന്ന അതിഥി, പരിചയമുള്ള ആളൊന്നുമല്ല, അങ്ങനെ ഈ അതിഥിക്ക് ഊട്ടാൻ വേണ്ടിയിട്ട് താൻ പട്ടിണി കിടക്കുക എന്ന ഈ അൾട്രൂയിസം, അതിനാണ് അൾട്രൂയിസം പറയാം. അതിനെപ്പറ്റി അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, വയൂസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ. അതാണ് ആ ഒരു ഗുണമാണ് ഈസാറി എന്ന ഗുണം, അൾട്രൂയിസം എന്ന ഗുണം, അൺകണ്ടീഷണൽ ആയിട്ടുള്ള അൾട്രൂയിസം എന്ന ഗുണം. ആ ഗുണം ഏറ്റവും ജ്വലിച്ചു നിന്നത് ഹനീഫിൽ ഏറ്റവും ജ്വലിച്ചു നിന്നതായി എന്റെ ജീവിതത്തിൽ കുറെ അനുഭവങ്ങളും കുറെ സംഭവങ്ങളും എനിക്ക് തന്നെ ഓർക്കാനുണ്ട്. ഏതായാലും കൂടുതൽ പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ഹനീഫിന്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹനീഫിന്റെ പാരത്രിക ജീവിതം സൗഭാഗ്യപൂർണ്ണമാക്കി തീർക്കട്ടെ എന്നും ഹനീഫ് ചെയ്തിട്ടുള്ള സകല കർമ്മങ്ങളും, കാരണം ഹനീഫ് ജീവിച്ചിരുന്നെങ്കിൽ ഹനീഫിന് ഒരുപാട് ചാൻസുകൾ അദ്ദേഹത്തെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഹനീഫിനെ അവസരങ്ങൾ കാത്തുനിന്നെങ്കിലും ഹനീഫ് അവസരത്തിന് വേണ്ടി കാത്തു നിൽക്കാതെ ഞാൻ ഇനി ജീവിച്ചവരെന്നെ അങ്ങനെ വല്ല MLA വല്ല സ്ഥാനത്തൊക്കെ ആക്കിക്കളും എന്ന് വിചാരിച്ചുകൊണ്ട് അവസരങ്ങൾക്ക് വേണ്ടി കാത്തു നിൽക്കാതെ അവസരങ്ങൾ ഹനീഫിനെ തേടി നിൽക്കുന്ന സമയത്ത് അപ്രത്യക്ഷനായ ഒരു മഹൽ വ്യക്തിത്വമാണ് ഹനീഫ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹനീഫിനെ തക്ക രീതിയിൽ തന്നെ സ്വീകരിച്ച് അർഹമായിട്ടുള്ള സ്ഥാനത്ത് തന്നെ പരലോകത്ത് ഇരുത്തട്ടെ, വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാഹുറു ദഅ്വാനാ അൽഹംദുലില്ലാഹി വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ ആലി മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഏറ്റവും ബഹുമാനം നിറഞ്ഞ ഇന്നത്തെ ഈ അനുസ്മരണ യോഗത്തിന്റെ അധ്യക്ഷൻ പ്രിയപ്പെട്ട മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രസിഡന്റ് ഷമീർ പഴേരി, അനുസ്മരണ യോഗത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ബഹുമാന്യായ മുൻ മന്ത്രി ഡോക്ടർ MK മുനീർ സായി, പ്രിയപ്പെട്ട ഷംസുദ്ദീൻ സായി, ബഹുമാന്യായ PK ഫിറോസ് സായി, സി ഹംസ സായി തുടങ്ങിയിട്ടുള്ള നേതാക്കളെ, സ്ഥാപകരെ, പ്രിയപ്പെട്ട PM ഹനീഫിനെ ഇന്ന് നമ്മൾ അനുസ്മരിക്കുകയാണ്. 8 വർഷം മുമ്പാണ് പ്രിയപ്പെട്ട PM ഹനീഫ് നമ്മെ വിട്ടുപോകുന്നത്. ഹനീഫിനെ അനുസ്മരിക്കുമ്പോൾ കേരളത്തിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും യുവ രാഷ്ട്രീയ പ്രവർത്തകർക്കുമൊക്കെ ഹനീഫിനെ കുറിച്ച് ധാരാളം പറയാനുണ്ട്. വളരെ ചെറുപ്പം തന്നെ ഒരു വലിയ രാഷ്ട്രീയ നേതാവിനേക്കാൾ കൂടുതൽ തന്റെ സമൂഹത്തിനും സമുദായത്തിനും വേണ്ടി സമർപ്പണം നടത്തി അകാലത്തിൽ നമ്മെ വിട്ടുപിരിഞ്ഞ PM ഹനീഫ് സാഹിബ് ഒരുപക്ഷെ മണ്ണാർക്കാട്ടുകാർക്ക് കൂടുതൽ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. കാരണം ഹനീഫിന്റെ ക്യാമ്പസ് ജീവിതം എന്ന് പറയുന്നത് മണ്ണാർക്കാടാണ്. ഹനീഫിനെ മണ്ണാർക്കാട്ടുകാർക്ക് സുപരിചിതമായിരുന്നു. മണ്ണാർക്കാട്ടെ MSFന്റെ പ്രവർത്തകരെക്കാൾ കൂടുതൽ ഹനീഫിനായിരുന്നു ഇവിടെ വിദ്യാർത്ഥികൾക്കിടയിലും പൊതുസമൂഹത്തിനിടയിലും അക്കാലത്ത് വലിയ സ്വാധീനമുണ്ടായിരുന്നു. എല്ലാവരെയും ആകർഷിക്കുന്ന വ്യക്തിത്വം, നല്ല ചിന്തകൻ, പ്രഭാഷകൻ, എഴുത്തുകാരൻ, അതിലേറെ ക്യാമ്പസിനകത്തെ ഹീറോ, വിദ്യാർത്ഥികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ട നല്ല സംഘാടകൻ. ഇതുപോലെ തന്നെ മണ്ണാർക്കാട് ക്യാമ്പസിന് പുറത്ത് മണ്ണാർക്കാട് സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും അതുപോലെ സാമ്പത്തികമായി മുന്നിൽ നിൽക്കുന്നവരുമായിട്ടുമൊക്കെ വലിയ ബന്ധമുള്ള PM ഹനീഫിനെ ഓർത്തുപോവുകയാണ്. ദീർഘകാലം ഹനീഫിന്റെ കൂടെ മണ്ണാർക്കാട് MS കോളേജിലെ ക്യാമ്പസ് സെലക്ഷനും അതുപോലെ MSFന്റെ സംഘടനാ രംഗത്തും മുസ്ലിം യൂത്ത് ലീഗിന്റെ സംഘടനാ രംഗത്തും ഒക്കെ പ്രവർത്തിക്കാൻ കഴിഞ്ഞപ്പോൾ ഹനീഫിൽ നിന്നുള്ള ഒരുപാട് ഗുണങ്ങൾ നമുക്കൊക്കെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ ഹനീഫ് മാത്രമാണ്. ഹനീഫിനെ ഓർക്കുമ്പോൾ
പ്രിയപ്പെട്ട ഉബൈദ് ചങ്ങേരിയെ വിസ്മരിക്കാൻ കഴിയില്ല. ഉബൈദിനെ ഓർക്കുമ്പോൾ അനീഫിനെയും. കാരണം അനീഫും ഉബൈദും അങ്ങനെയായിരുന്നു. തങ്ങളുടെ ചെറുപ്പം, യൗവനം അത് ഈ സമൂഹത്തിനും സമുദായത്തിനും രാജ്യത്തിനും താൻ പ്രതിദാനം ചെയ്യുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും അങ്ങേയറ്റം സമർപ്പണം നടത്തിയ നേതാക്കന്മാരായിരുന്നു പ്രിയപ്പെട്ട അനീഫ് സാഹിബും ഉബൈദ് ചങ്ങേരി. ഇരുവർക്കും അള്ളാഹു മാഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ അനുസ്മരിക്കാൻ ഒരു സാഹചര്യം ഒരുക്കിയ മണ്ണാർക്കാട്ടെ മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രസിഡന്റ് പ്രിയപ്പെട്ട ഷമീറിനെയും മുനീറിനെയും ഷറഫിനെയും ഒക്കെ അഭിനന്ദിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. ഒരു മുസ്ലിം യൂത്ത് ലീഗുകാരൻ എങ്ങനെ ആവണമെന്ന് നമ്മെ പഠിപ്പിച്ചു തന്ന് അകാലത്തിൽ നമ്മെ വിട്ടുപിരിഞ്ഞുപോയ പ്രിയപ്പെട്ട PM അനീഫ് സാഹിബിൻ്റെ ഈ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത സംസ്ഥാന മുസ്ലിം ലീഗിൻ്റെ വൈസ് പ്രസിഡന്റും കൊടുവള്ളി നിയോജകമണ്ഡലം MLAയുമായ പ്രിയപ്പെട്ട ഡോക്ടർ MK മുനീർ സാഹിബിനെ മണ്ണാർക്കാട് നിയോജകമണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ പേരിൽ പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. ഈ പരിപാടിയുടെ മുഖ്യ അതിഥി നമ്മുടെ പ്രിയപ്പെട്ട MLA സംസ്ഥാന മുസ്ലിം ലീഗിൻ്റെ സെക്രട്ടറി പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് N ഷംസുദ്ദീൻ സാഹിബിനും മണ്ണാർക്കാട് നിയോജക മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ പേരിൽ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഈ അനുസ്മരണ സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം നടത്തിയ സംസ്ഥാന മുസ്ലിം യൂത്ത് ലീഗിൻ്റെ കരുത്തനായ ജനറൽ സെക്രട്ടറി, യുവജനങ്ങളുടെ ആവേശം പ്രിയപ്പെട്ട PK ഫിറോസ് സാഹിബിനെ മണ്ണാർക്കാട് നിയോജക മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ പേരിൽ പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. അതുപോലെ പ്രഭാഷകനും എഴുത്തുകാരനുമായ C അംസ സാഹിബ്, പാലക്കാട് ജില്ലാ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ പ്രസിഡന്റ് പ്രിയപ്പെട്ട ഗഫൂർ കോൽക്കളത്തിൽ, മണ്ണാർക്കാട് നിയോജക മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗിൻ്റെ പ്രസിഡന്റ് ഷമീർ പഴേരി, ജനറൽ സെക്രട്ടറി മുനീർ താളിയിൽ, പ്രിയപ്പെട്ട നിയോജക മണ്ഡലം ഭാരവാഹികൾ, പഞ്ചായത്ത് മുനിസിപ്പൽ പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറിമാർ, നിയോജക മണ്ഡലം വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങൾ, ഈ അനുസ്മരണ സമ്മേളനം വീക്ഷിച്ച പ്രിയപ്പെട്ട എല്ലാവർക്കും മണ്ണാർക്കാട് നിയോജക മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ പേരിൽ പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. അസ്സലാമു അലൈക്കും.